താറാവ്, കോഴി, കാട കർഷകർക്ക് പക്ഷിപ്പനി മൂലമുണ്ടായ സാമ്പത്തിക നഷ്ടം പരിഹരിക്കുവാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. ഐക്യ താറാവ് കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ ഓഫീസിന് മുന്നിൽ 30-ാം തീയതി ഉപരോധ സമരം നടത്തുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഐക്യ താറാവ് കർഷക സംഘത്തിൻ്റെ ഇത്തരമൊരു പത്രസമ്മേളനം നടത്താൻ തീരുമാനിക്കേണ്ടി വന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഏതാണ്ട് 10 മാസങ്ങൾ പിന്നിടുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് പക്ഷിപ്പനി മൂലം കാട, കോഴി, താറാവ്, അതുപോലെ മറ്റേ നമ്മൾ വീടുകളിൽ വളർത്തുന്ന അലങ്കാര പക്ഷികൾ ഇവയൊക്കെ കൊന്ന് ഒടുക്കിയതിന് ശേഷം നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി ഈ കർഷകർ കഴിഞ്ഞ 10 മാസമായി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 10 മാസമായി വളരെ വേഗം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരുന്ന കർഷകരെ സംബന്ധിച്ച് നാളിതുവരെയായി ഇത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ ഭീകരമാണ്. കാരണം താറാവ് കർഷകർക്ക് ഒരു ബാങ്കും വായ്പ കൊടുക്കാറില്ല. ഡിസംബർ 31 വരെയുള്ള നിരോധനം മൂലം മുട്ട, ഇറച്ചി വിൽപ്പന കഴിഞ്ഞ വിഷു, ഈസ്റ്റർ, ക്രിസ്തുമസ് കൂടാതെ അടുത്ത വർഷത്തെ ഈസ്റ്റർ വരെ ബാധിക്കുന്ന സാഹചര്യത്തിൽ കർഷകരുടെ കുടുംബം നിത്യദുരിതത്തിൽ കഴിയുന്ന സ്ഥിതിയാണ്. താറാവ് കർഷകർക്ക് ബാങ്ക് വായ്പ നൽകാൻ പോലും തയ്യാറാകുന്നില്ല. പലിശയ്ക്ക് കടം കൊടുക്കുന്നവരിൽ നിന്നും കടമെടുത്താണ് പല കർഷകരും താറാവ് കൃഷി നടത്തുന്നത്. കടം വീട്ടാൻ കഴിയാതെ താറാവ് കർഷകർ കടക്കെണിയിലെത്തി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പട്ടിണി മരണങ്ങളും ആത്മഹത്യയുമല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലാത്ത കർഷകർ മരണം വരെ നിരാഹാര സമരം നടത്തുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ജനുവരി മാസം 30-ാം തീയതി ആലപ്പുഴ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തുന്നതെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.